ഇവനെങ്ങാനും വട്ടു വന്നാലുള്ള അവസ്ഥയെ എന്റെ അല്ലോ. മോനെ ഇവിടെ ഒന്നിങ്ങോട്ട് വന്നേ. ഞാനല്ലേ വിളിക്കുന്നത്, വാ. മോന്റെ പേരെന്താ? ബാലൻ. കണ്ടാലും ഒരു ബാലനെ പോലെ തന്നെ. എന്റെ പൊന്നുകൊടി വാതിലൊന്നും തുറന്നേ. ഇല്ല, ആരുമില്ല. മോന് നല്ല തടിയുണ്ടല്ലോ. ഈ പൂട്ടങ്ങ് പുളിക്ക്. എടാ തടിയാ, തെണ്ടി, എടാ കഷണ്ടി, തുറക്കണ വന്ന്. എടാ കള്ള കഷണ്ടി, നിന്നെ ഒരിക്കൽ എന്റെ കയ്യിൽ കിട്ടൂടാ. അന്ന് നിന്നെ ഞാൻ അരിഞ്ഞരിഞ്ഞു. അതെന്താണോ 3 പേർക്കും ഒരേ സമയത്തൊരു തലകറക്കം? പതുക്കെ പറ ഡോക്ടറെ, അമ്മയും കേക്കും. ഞങ്ങൾക്ക് ഡോക്ടറോട് ഒരു രഹസ്യം പറയാനുണ്ട്, അതുകൊണ്ടൊരു കള്ളം പറഞ്ഞതാ. അപ്പൊ തലകറക്കം ഇല്ല? ഇല്ല. പിന്നെന്താ? എന്താന്ന് വെച്ചാ പറയടോ. പിന്നെ ഞങ്ങൾക്ക് എറണാകുളത്ത് പോണായിരുന്നു. എറണാകുളത്തോ? എന്തിനാ? കാണാൻ. ഓ, കാണാൻ, കണ്ടുപിടിക്കാൻ. സ്റ്റഡി ടൂർ. ഭ്രാന്താസ്പത്രി കിടക്കുന്ന ഒരു തൽക്കാലം ഇപ്പൊ പോണ്ട. അതിന് ഞങ്ങൾക്ക് ഭ്രാന്തില്ലല്ലോ. അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കാൻ. ഞാൻ ഇവിടെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ? ഈ അസുഖമുള്ളവരെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്? ഓ, ഡോക്ടർ പറയുന്നതിലും കൂടുതൽ ഗുളിക കറക്റ്റ് സമയങ്ങളിൽ ഞാനല്ലേ കഴിക്കുന്നുള്ളൂ. അതെ അതെ. ഡോക്ടർ പുറത്തു പോകുമ്പോ ഞാൻ രോഗികളെ ചികിത്സിച്ച് സഹായിക്കുന്നില്ലേ? ഉണ്ടുണ്ടുണ്ട്. ഇതൊക്കെ തന്നെയാ ഇതിന്റെ ലക്ഷണം. ആദ്യം അസുഖം 100% ഭേദമാവട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് അറിയിക്കും. വീട്ടിൽ നിന്ന് ആള് വന്ന് നിങ്ങളെ കൊണ്ടുപോകും. അവരുടെ കൂടെ എറണാകുളത്തോ എരുമേലിയിലോ എവിടെ വേണമെങ്കിൽ പോയിക്കോ. അമീനെ, ഇവരെ തൽക്കാലം സെല്ലി കൊണ്ടുപോയിട്. അല്ല, തലകറക്കൊക്കെ മാറിയാ? എറണാകുളത്ത് പോണോന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ പറയൂലേ പറ്റൂലെന്ന്. വേഗം നടക്ക്. ഒരെണ്ണം പുറത്തിറങ്ങിയേക്കണ്. ഇതെന്ത് പണ്ടാരാണ്? ജെമിനി സർക്കസാ. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് അകത്താക്കട്ടെ. 2-3 പേരെ ഒരുമിച്ച് പുറത്ത് കണ്ടാ പിന്നെ എനിക്കാ ജോലി. നിക്ക്. ഹലോ, അമിതാഭിനെ കാണാനുള്ള അവസാനത്തെ അവസരമാണിത്. അതിനിപ്പോ എന്ത് ചെയ്യാൻ? അയാൾ വിടണ്ടേ? അയാള് വിട്ടില്ലേലും നമുക്ക് പോയി കാണാമായിരുന്നു. എങ്ങനെ? ഭ്രാന്തില്ലായിരുന്നേ. ഇവന് വട്ട. നമുക്ക് ഒറ്റ ഓട്ടം അങ്ങ് വെച്ചു കൊടുത്താൽ. ഗൂർക്ക. അയ്യോ, മിന്നി ഒളിച്ചിന്നി ചിന്നി വരും താരക പൂത്തിരി കത്തുന്നിത ഒരു പൊന്നോണം മിന്നിന്റെ വൈകുന്നേരമായി കഴിഞ്ഞ മിന്നി മിന്നി പോണ്ടോറട്ടങ്ങി. ആരിത്? ലതാ മങ്കേഷ്കറാ? എന്താണ് നിന്റെ ഇടുപ്പിലൊരു പൊതി മുളച്ചിരിക്കണേ? ഏതള്ളേ, എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കുത്തിയെന്നുണ്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യം ഇടപെടരുത്. വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേണ്ടി. മക്കളെ, കള്ളാണെങ്കിൽ ഒരു തുള്ളി താണെനിക്ക്. എന്താ ചേട്ടാ താമസിച്ചതോ? ഡോക്ടർ പോണം, നേഴ്സുമാര് പോണം, പിന്നെ നിന്റെ ഈ കൂട്ടുകാര് മുഴുവൻ ഉറങ്ങണം. എന്നിട്ട് വേണം എനിക്ക് കുന്തമായിട്ട് ഇങ്ങോട്ട് വരാൻ. നിനക്ക് വേണ്ടി കുറെ കാലമായടാ ഞാൻ ഈ ത്യാഗം ചെയ്യാൻ തുടങ്ങിയിട്ട്. കൊണ്ടുവരുന്ന മുഴുവനും ചേട്ടൻ തന്നെയല്ലേ കുടിക്കുന്നത്, പിന്നെന്തോന്ന് ത്യാഗം? വീട്ടിൽ നിന്ന് അയച്ചു തന്ന കാശെല്ലാം തീർന്നു. ലക്ഷറി ആയിട്ട് പ്രാന്താശുപത്രി കഴിയണമെങ്കിലേ കാശ് വേണം. കാശില്ലാഞ്ഞിട്ടാണോ ചേട്ടന് ഭ്രാന്തില്ലാഞ്ഞേ? എനിക്ക് ഭ്രാന്തില്ലെന്ന് ആരാടാ പറഞ്ഞത്? തെണ്ടി. അതാരാ? എന്നാ മോനെ കൃഷ്ണ, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയാവോ? ഭഗവാന്റെ സ്ഥിതിയല്ലേ, ആ അവസ്ഥ ആർക്കും പറയാൻ പറ്റത്തില്ല. അല്ല, ആർക്ക് പറയാൻ പറ്റും? അതല്ല ഞാൻ പറഞ്ഞ നിന്റെ സ്ഥിതിയെ പറ്റിയാ. എന്തറിയാവോ? ഞാൻ പറഞ്ഞുതരാം. കൊരങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? ഏട്ടാ, മങ്കി, ഭ്രാന്ത് പിടിച്ച മങ്കി, അത് കള്ളും കുടിച്ചു. കള്ളു കുടിച്ച മങ്കിയുടെ വാലയിൽ ഒരു തേളും കുത്തി. അതാ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ. ചേട്ടാ, ഒന്ന് മുറുക്കണമല്ലോ. നീ ആകെ കഴിഞ്ഞെടുക്കല്ലേ, ഞാൻ മുറുക്കി തരാം. ഗുഡ് നൈറ്റ്.
ആ അല്ല നിക്ക് നിക്ക് ബാക്കി കാശ് ഉം. എന്താ ഉറക്കം വന്നതാ. ഓ ഇങ്ങനെയാണോ ദൈവമേ ഉറക്കം വരുന്നത്?